ഗുഡ് ആഫ്റ്റർനൂൺ സാർ. നമസ്തേ. കണ്ണൂർ ചെറുകുന്നിൽ നിന്നുള്ള മഅദിൻ മുഖദ്ദസ് എന്ന സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് യൂണിയനായ മിസ്ബാഹുൽ ഹുദ സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തുന്ന മെയ്ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് നമ്മളുള്ളത്. അപ്പോൾ സാറിനോട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ദീർഘകാലത്തെ പഠനത്തിന് ശേഷമാണല്ലോ സാർ ഈ ഒരു സീനിയർ പ്രൊഫഷണൽ ലെവൽ സർവീസിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പഠനകാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവുമല്ലോ, ഒരു കുറച്ച് അനുഭവങ്ങൾ, അതൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ഓ, തീർച്ചയായും. ഞാൻ ഇവിടുന്ന് പഠിച്ച ചെറുതായിരുന്നു. അതിനുശേഷം പാറ്റ്നയിൽ നിന്നാണ് ഞാൻ ഹോമിയോപ്പതി കോളേജ് പാറ്റ്നായിട്ടില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ട്രെയിനിന് വരുമ്പോൾ മറ്റേ കോയമ്പത്തൂർ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അത് തന്നെ വല്ലാണ്ട്, അതായത് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു കോയമ്പത്തൂർ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. വേറെ തന്നെ അവിടെ കുപ്പിവെള്ളത്തിന് വേണ്ടി പുറത്തു പോയത്. തിരിച്ചു വരുമ്പോൾ വണ്ടി വിട്ടു. അപ്പോൾ ഓടിയവൻ അതിൻ്റെ ഉള്ളിൽ കയറുക, ട്രെയിനിലേക്ക് കയറുമ്പോഴെന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ സൈഡിലേക്ക് കൂടുക. അത് ഞാൻ എനിക്ക് അന്നേരം 19 വയസ്സാണ്, 20 വയസ്സുള്ള സമയത്താണ്. എനിക്ക് വല്ലാണ്ട് ഷോക്കായിപ്പോൾ. ഈൽന്ന് ഇങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ ശരീരം വണ്ടിയും വിട്ടുമല്ലോ. വിട്ടുമ്പോൾ അത് എപ്പോഴും എനിക്കിങ്ങനെ മനസ്സിലെപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങൾ ഒരുപാടുണ്ടാവും. കാരണം ഈ ഫീൽഡ്, ഈ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഇതെൻ്റെ മുമ്പ് തന്നെ കാണുന്ന സംഭവമല്ലേ. അതുപോലെ സാറിനുണ്ടായിരുന്ന കുറച്ച് ഒരു അനുഭവമെങ്കിലും പറയാൻ പറ്റും? ഏത് അനുഭവങ്ങൾ? എന്തെല്ലാം അനുഭവങ്ങളാണ് പറയണ്ടത്? ഏത് വിധത്തിലത്? എൻ്റെ രോഗിയായിട്ടുള്ള ഇതാണോ? രോഗികൾ ഇഷ്ടം പോലെ ഞാൻ ഇത് ചെയ്യുന്നു. ഞാൻ ഈ ഹോമിയോപ്പതിയിൽ ഒരു തീസിസൊക്കെ അവതരിപ്പിക്കുന്നതാണ്. ഹോമിയോപ്പതിയിൽ ഇത് ക്യാൻസറിൻ്റെ, അതുകൊണ്ട് ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഹോമിയോപ്പതി പഠനകാലത്ത് തന്നെ പഠനം കഴിഞ്ഞ പാട് ആയുർവേദത്തിൻ്റെ കോഴ്സ് എടുത്തിരുന്നു, ഹിന്ദി പ്രചാര സഭയിൽ. അതിലും ഉയർന്ന മാർക്ക് കൂടെ പാസ്സായതിന്. അതിനുശേഷം അക്യുപഞ്ചറിൽ ഡിപ്ലോമ, ഡിഗ്രി ആൻഡ് PhD അതും കൂടെ എടുത്തത്. അപ്പോഴെന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള പേഷ്യൻസിയുടെ വരുന്നുണ്ട്. പല വിധത്തിലുള്ള ക്യാൻസർ പേഷ്യൻ്റായിരിക്കും കൂടുതൽ. അധികം എന്താ വെച്ചാൽ ദരിദ്രന്മാരായിരുന്നു എൻ്റെ അടുത്ത് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ പൈസ മുഴുവനും മറ്റുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയ ശേഷം അവസാന കൈയെന്ന നിലയിലാണ് എൻ്റെ അടുത്ത് വരിക. അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഹോമിയോപ്പതി ഡോക്ടറുണ്ട്, നിങ്ങളൊന്ന് പോയിട്ടൊന്ന് കാണിക്കുന്നത്. അപ്പോഴേക്ക് അവർക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. മരുന്ന് ഫ്രീ ആയിട്ട് കൊടുത്ത് അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട എത്രയോ സംഗതി ഉണ്ടായിട്ടുണ്ട്. സാറ് പഠനം കഴിഞ്ഞതിന് ശേഷം മുതൽ ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് കയറിയതാണോ, അല്ലെങ്കിൽ മുമ്പ് എവിടെയെങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടോ? 40 കൊല്ലമായി. മുമ്പ് എവിടെയെങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യം പഠിച്ചിറങ്ങിയ പാട് ഇവിടെ ഇതില്ലേ ഇവിടെ കൂത്തുപറമ്പില്ലേ, കൂത്തുപറമ്പിൽ നിന്ന് അവിടെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാലം പ്രവർത്തനം നടത്തുന്നത്. 81, 82, 83 കാലഘട്ടത്തിൽ ആദിവാസികളെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട്. അതിനുശേഷമാണ് ഇത് വന്നത്, നാട്ടിൽ വന്നതിന് ശേഷം അനന്താശ്രമം കെട്ടില്ലേ, അവിടെ കാഞ്ഞങ്ങാട് അനന്താശ്രമമുണ്ട്. അവിടെ എല്ലാ ബുധനാഴ്ച തോറും ഫ്രീ സർവീസ് ഒരു 300 വീടുണ്ടാവും. ഫ്രീ സർവീസാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഇതിൻ്റെ എൻഡോസൾഫാൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എനിക്ക് പല വിധത്തിലെല്ലാം അവാർഡ് നൽകുന്നുണ്ട് ഗവൺമെൻറ്. വെറുതെ അല്ല, അവർ നമുക്ക് വേണ്ടി. പിന്നെ നമ്മൾ പല ഇതുമായിട്ട് അന്ധവിദ്യാലയങ്ങൾ, മന്ദബുദ്ധികളെ കുട്ടികൾ നടത്തുന്ന സ്കൂളുകൾ, പിന്നെ വൃദ്ധമന്ദിരങ്ങൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും അനന്താശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തു കൊടുക്കുക.
പിന്നെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കും പാവങ്ങൾക്ക്. അതും എൻ്റെ നേതൃത്വത്തിൽ ആൾക്കാരോട് പൈസ വാങ്ങിച്ചിട്ടാണെങ്കിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട്. ഈ മാങ്ങാട്ടുണ്ട് ഒരു അന്ധവിദ്യാലയം, അതൊരു 20 കൊല്ലം മുമ്പേ എൻ്റെ നേതൃത്വത്തിൽ എടുത്തു കൊടുത്തതാണ്. ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാലത്ത് നാം അധികം കേട്ടുവരുന്നൊരു കേസാണ്. അതെ, അതിനല്ല വയ്യാണ് കഴിക്കേണ്ടതാണ്. ഈ ഒരു കാലത്ത് നാം ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന കേസാണ് രോഗികൾ. ഓ അല്ലല്ല, 30 വർഷമുണ്ട്, 30 വർഷമുണ്ട്. ആ പിന്നെ ഈ ഒരു കാലത്ത് കേട്ടിരുന്നൊരു കൂടുതൽ കേസാണ് എന്താ പറയുക, രോഗികൾ ഡോക്ടർമാരെ മർദ്ദിക്കുക. 1-2 കേസ് ഇനി എടുത്ത് കഴിഞ്ഞല്ലോ, 2 ഡോക്ടർമാരെ കൊലപ്പെടുത്തുകയൊക്കെ. അങ്ങനത്തെ അനുഭവങ്ങളെക്കുറിച്ചും അങ്ങനെ രോഗികൾ ചെയ്യുന്നതിനെക്കുറിച്ചും ഡോക്ടറിന് എന്താ പറയാനുള്ളത്? ഇല്ല, അങ്ങനെ എനിക്ക് ഇതുവരെ ഒരു നീച വാക്ക് കേട്ടില്ല ഞാൻ എൻ്റെ അതിന്. കാരണം ഞാനും അത്തരത്തിലുള്ള വളരെയധികം പക്വതയോടുകൂടി മാത്രമേ ജനങ്ങളോടും രോഗികളോടും പെരുമാറുള്ളൂ. ഇതുവരെ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എടാ പോടാന്നും കൂടെ ഒരാളെന്നെ വിളിച്ചിട്ടില്ല ഇത്ര വരെയായിട്ട്. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട്, സംഭവങ്ങൾ ഉണ്ടായതിന് കാരണം അതിൽ വേറെ പ്രശ്നങ്ങളുണ്ടാവും. വേറെ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ആ സമീപനത്തിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നത്. സാറ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഏതെങ്കിലും രോഗിയെ പരിചരിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ വയനാട്ടിലെ സമയത്ത്, വയനാട്ടിലെ പിന്നെ ഉപയോഗിക്കാം, എൻ്റെ പെങ്ങളെ വീട് വയനാട്ടിലായിരുന്നു. അവർ അവിടെ വയനാടെന്ന് പറഞ്ഞാൽ പൊതുവെ പെട്ടെന്നൊരു ഹോസ്പിറ്റലൈസേഷൻ ഒന്നും കിട്ടില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരാളുടെ അയാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുള്ളല്ല ഇറച്ചി കഴിക്കുന്നതായിരുന്നു. ഇറച്ചി തൊണ്ടക്കൂടിക്ക് ശ്വാസം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പെട്ടെന്ന് ഇപ്പുറത്തെ നിലവിളിയായി. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയമില്ല, പെട്ടെന്ന് ബ്ലോക്കാതെയാണ്. അന്നേരം ശ്വാസം മുഴുവനും ഇതായി. ഞാനും അവിടെ പോയപ്പോൾ ഈ വീടിൻ്റെ കോലായിലുണ്ടൊരു വാഴ ഇങ്ങനെ കുലച്ച്, വാഴേൻ്റെ തിരുളിങ്ങനെ പൊന്തിക്കിടക്കുന്നുണ്ട്. ഞാനൊരു കത്തിനെ കൊണ്ട് കത്തി ചെയ്ത് തൊണ്ടക്കൊരു കുത്തു കൊടുത്തു. അപ്പോഴേക്ക് ഇറച്ചി തണുപ്പ്. അങ്ങനെയൊക്കെ ഒരു 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 എന്താ പറയുക, ഭയങ്കര ഒരു ഓർമ്മിക്കേണ്ട സംഗതിയാണ്. അതിനൊരു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ശ്വാസം കിട്ടി. ഭയങ്കര ഒരു ഓർമ്മിക്കേണ്ട സംഗതിയാണ്. അതിനൊരു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ശ്വാസം കിട്ടി. അത് വേറെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാണ് ഇനി പറയുന്നത്. അതൊരു വലിയൊരു അങ്ങനെ ഒരുപാട് ക്രിട്ടിക്കൽ കേസ്. അപ്പോൾ ആ സ്റ്റേജിലത്തെ രോഗികളിലും ഡോക്ടറോട് എങ്ങനെയാണ് പെരുമാറാറുള്ളത്? നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഈ പെട്ടെന്ന് ഇങ്ങനെയുള്ള കേസൊക്കെ മാറിയാൽ ഒരു ഡോക്ടറോട് ദൈവത്തിനെ കാണുന്ന മാതിരി അവർ പോകും. അത് പിന്നെ സ്വാഭാവികമല്ലേ. പിന്നെ ഡോക്ടറെ അടുത്ത് വന്ന് കുറച്ചൊരു സീരിയസ് ആയ രോഗമായി വന്നു. അതിനുശേഷം ഡോക്ടർ പരിശോധിച്ച് പൂർണ്ണമായി മാറുമ്പോൾ ഒരു സന്തോഷം വരാറുണ്ട്. അതിനെക്കുറിച്ചും അതുപോലെ രോഗികൾക്ക് ഡോക്ടറോടുള്ള ഒരു ബഹുമാനം ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? അതെ, അത് പിന്നെ സ്വാഭാവികമല്ലേ. അവർക്ക് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഇപ്പോഴും എത്രയോ രോഗികൾ 25 കൊല്ലം 30 കൊല്ലം മുമ്പിലെ രോഗങ്ങൾ മാറിയവർ ഇപ്പോഴും എന്നെ കണ്ടാൽ ബഹുമാനിക്കുന്നുണ്ടല്ലോ. അല്ലാണ്ട് അവരെ പൈസയ്ക്ക് പ്രതീക്ഷിക്കുക ഒന്നുമല്ല. അവർക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം ഞാൻ അവർക്കും കൊടുക്കും, അത്ര തന്നെ. പിന്നെ അത് പിന്നെ സ്വാഭാവികമല്ലേ പൊതുവെ. അപ്പോൾ സാർ ഇത്രയും സമയം നമ്മളോട് ചെലവിച്ച സാറിനോട് ഒരു നന്ദി പറയുന്നു. ഇനിയും സാറിൻ്റെ ഇതുപോലുള്ള ജോലികളിൽ നാഥൻ അനുഗ്രഹം നൽകട്ടെ. ആയിക്കോട്ടെ, നമസ്കാരം. ശരി.